ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ബർത്ത്ഡേ കേക്കാണ്, ഒരു കുട്ടിയുടെ, ഫസൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പിങ്ക് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ നമ്മൾ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലാ ലെയേഴ്സും ഒരു ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എല്ലാ ലെയേഴ്സും ചെയ്തെടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് നമ്മൾ അല്പസമയം ഫ്രിഡ്ജിൽ വെക്കാം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തുകൊണ്ട് എനിക്ക് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കേണ്ടി വന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും, എങ്കിൽ പോലും നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫൈനൽ കോട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷാർപ്പ് എഡ്ജ് കിട്ടാനായിട്ട് നമ്മുടെ ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടോ നല്ല പോലെ തണുത്തതിന് ശേഷം ആണ് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജ് പെട്ടെന്ന് തന്നെ കിട്ടും. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അല്പസമയം എടുക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഫൈനൽ കോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ക്രീം അപ്ലൈ ചെയ്താലും നമ്മുടെ ഈ കേക്കിൻ്റെ ക്രംസൊക്കെ മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചാൻസും കൂടെ ഇല്ലാണ്ടാവും നമ്മൾ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്ത് വെച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ, നമ്മുടെ ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ലോ ലെവലിലിട്ട് മാത്രം വിപ്പ് ചെയ്യുക. ഹൈ ലെവലിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും, പക്ഷെ നമുക്കത് ഫ്ലവേഴ്സൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവും. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ പൊട്ടി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ലോ ലെവലിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫ്ലവേഴ്സായിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ റോസസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിങ്ക് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു പിങ്ക് തീമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പിങ്ക് റോസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ റോസിൻ്റെ നല്ലൊരു പെറ്റൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോസിൻ്റെ നമ്മൾ പറ്റ കുഞ്ഞു നോസിൽസ് വാങ്ങാണ്ടിരിക്കുക. കുറച്ചെങ്കിലും ഒരു വലിപ്പമുള്ള നോസിൽസ് വാങ്ങിയാൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 100ൻ്റെ നോസിലാണെങ്കിൽ 100ൻ്റെ 44 നോസിൽ ആണ് നമ്മുടെ റോസിൻ്റെ നല്ലൊരു നോസിലാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ച് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കമ്പനിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. റോസിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ എന്നിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. പിന്നെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഹൈ സ്പീഡിലിട്ട് ചെയ്താൽ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും, പക്ഷേ നമ്മുടെ ഫ്ലവേഴ്സൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലോ ലെവലിലിട്ടിട്ട് വിപ്പ് ചെയ്യുക. വിപ്പ് ചെയ്ത് സ്റ്റിഫായതിന് ശേഷം വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യാണ്ടിരിക്കുക. വീണ്ടും ബീറ്റ് ചെയ്താൽ അത് നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ വീണ്ടും ബീറ്റ് ചെയ്യാണ്ട് നമ്മൾ ഒറ്റ തവണയായിട്ട് തന്നെ ലോയിലിട്ടിട്ട് വളരെ കുറച്ച് ടൈം അധികം എടുത്താലും നമ്മുടെ ഫ്ലവേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും.
പിന്നെ നമ്മൾ വിപ്പ് ചെയ്ത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം ഒരിക്കലും ഫ്രീസറിലേക്ക് വെക്കാണ്ടിരിക്കുക. ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് നല്ല തിഫായിട്ട് കിട്ടും. പക്ഷേ നമ്മളത് അല്പസമയം നമ്മളെ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ടും നമുക്ക് ഫ്ലവേഴ്സൊന്നും കിട്ടാണ്ട് ഇരിക്കും. എനിക്ക് ഫസ്റ്റൊക്കെ പറ്റിയ ഒരു അബദ്ധമായിരുന്നു അത്. ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് അപ്പം നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ഫ്ലവേഴ്സൊക്കെ കിട്ടും. ശേഷം നമ്മൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു കുറച്ച് ടൈം നമ്മുടെ ക്രീം ഇരിക്കുമ്പോഴേക്കും അതിങ്ങനെ ഒലിക്കുന്ന പോലെയായിട്ട് ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ടായിട്ട് പോകും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഫ്രീസറിൽ വെക്കാണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയെങ്കിൽ നമുക്ക് എല്ലാ ഒരു ടൈമിലും കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ വിപ്പിംഗ് ക്രീം അയഞ്ഞു പോവുമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ എന്തായാലും കറക്റ്റ് ആവുമായിരിക്കും. എനിക്ക് അങ്ങനെ ചെയ്തിട്ടാണ് കറക്റ്റ് കിട്ടാൻ തുടങ്ങിയത്. ഞാൻ ഫ്രീസറിൽ വെക്കുന്ന സമയത്തൊക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. പക്ഷേ അല്പസമയം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലവേഴ്സൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ആ ഒരു ക്രീമായി മാറും. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഏകദേശമൊക്കെ ആയി തുടങ്ങി. നമ്മൾ 2 ബോർഡർ കൊടുത്തു നമ്മുടെ കേക്കിന്. നമ്മുടെ കൊട്ടയുടെ ന്യൂസിലല്ല കേട്ടോ ഈ ബോർഡർ കൊടുത്തത്. ഞാൻ കൊട്ടയുടേനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസിലാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിന് നമ്മൾ ബഡ്സൊക്കെ കൊടുത്തു, ഇനി ലീവ്സും കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഫസൽ മോന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കേ.